മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 36 മുതലുള്ള വചനം. അവൻ പത്രോസിനെയും സെബദിയുടെ ഇരുപുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്തെ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എൻ്റെ പിതാവേ, പറയാ, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം പോലെ ആകട്ടെ. അപ്പോ ഈശോ ഒരു നിമിഷം, ഈശോയ്ക്ക് അറിയാം, ആ പെയിൻ അറിയാം, ആ കുഞ്ഞാടിനുണ്ടാകാൻ പോകുന്ന സംഭവം മുഴുവൻ അറിയാം. അതുകൊണ്ട് അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:7, കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും രോമം കത്തിരിക്കപ്പെടുമ്പോഴും മൗനം അവലംബിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നു കൊടുക്കുന്നു. ഈശോ തൻ്റെ പീഡാസഹനത്തിൻ്റെ നടുവിൽ നിൽക്കുകയെ അവൻ വയലൻ്റ് ആകുന്നില്ല, എതിരിടുന്നില്ല. അവനൊരു കുഞ്ഞാടിനെ പോലെ ആദ്യന്തം വരെ നിൽക്കുന്നതിൻ്റെ കാരണം ശരിക്കും അവൻ മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിൻ്റെ കുഞ്ഞാടായിരുന്നു. കഥയല്ല, കെട്ടുകഥയല്ല, പാപപരിഹാരത്തിൻ്റെ ദൈവം നയിച്ച കുഞ്ഞാടായിരുന്നു അവൻ. സ്വർഗത്തിൽ നിന്ന് വന്നതുകൊണ്ട് അവൻ പരമപരിശുദ്ധനായിട്ട് നിൽക്കുന്നത്. അവൻ പരിശുദ്ധി അവനിലുണ്ട്. നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ദൈവം അതെല്ലാം ചെയ്യുന്നത്. നമ്മെ വീണ്ടെടുക്കുക എന്ന് വെച്ചാൽ പിശാചുക്കൾ നമ്മെ കൊണ്ട് പോയി, പാപം ചെയ്യിപ്പിച്ച് നമ്മളോട് പോയി. നമുക്ക് നമ്മുടെ സ്വർഗപിതാവിന് നഷ്ടപ്പെട്ടു, നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു, പർദീസ നഷ്ടപ്പെട്ടു. അത് തിരിച്ചു തരാൻ വേണ്ടിയുള്ള സ്വർഗപിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അനന്ത സ്നേഹം തന്നെയാണ്. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടത്, നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത് ശരിക്കും വീണ്ടെടുക്കുക ഒരു ഈശോ മാത്രമാണ്. ആ ഈശോയെ നമ്മൾ അത്യധികം സ്നേഹിക്കണം. ഈശോയ്ക്ക് അതുകൊണ്ട് പൗലോസ്ലീഹ ഈ ഈശോയുടെ സ്നേഹം അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 2:2 ഞാൻ നിങ്ങളോട് കൂടിയായപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായതിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ശരിക്കും പൗലോസ്ലീഹ ഈശോ അത്യധികം സ്നേഹിക്കുന്ന കാണാൻ പറ്റും. ഈശോ എൻ്റെ ആരാണ്? എൻ്റെ കർത്താവാണ്, എൻ്റെ നാഥനാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ വീണ്ടെടുത്തവനാണ്, അവൻ എൻ്റെ പകരക്കാരനാണ്. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്. പൗരോഹിത്യം ഈശോ സ്ഥാപിച്ച ദിവസമായിട്ട് കാണുന്നത് പെസഹ തിരുനാളിലാണ്. അപ്പം അത് എല്ലാ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയിലെ മുഴുവൻ വൈദികരും കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ മഹത്വത്തിൻ്റെ അടയാളത്തിന് ആയി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഏലിയ പ്രവാചകൻ അർപ്പിക്കുന്ന പോലെ ബലിയർപ്പിക്കാനുള്ള വരപ്രസാദം എല്ലാ പുരോഹിതർക്കും ലഭിക്കാൻ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. എൻ്റെ പൗരോഹിത്യം കൊണ്ട് ക്രിസ്തുവിൻ്റെ ബലിയർപ്പണത്തിന് അല്പം കൂടെ പ്രകാശമാനമാക്കാൻ ഇടയാകാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കാൻ നിങ്ങൾ എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.